ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമുക്ക് ക്വാണ്ടിറ്റി സർവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്, കുറച്ച് കമൻസ് ഉണ്ട്. ആ ഒരു ഓട്ടോക്യാഡിലെ കമൻസാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഇതേപോലെ ഒരുപാട് വർക്ക്സ്, നമുക്ക് ഒരുപാട് കൗണ്ട്സ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനൊരു റോസ് കളർ കൗണ്ടാണ് ഞാൻ എടുക്കുന്നത്. സോ അത് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ എം ഇ പി വർക്കൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരിക. ഒരുപാട് ലേറ്റ് ഉണ്ടാവും. അത് മാനുവലായിട്ട് കൗണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോസിബിളാണ് എന്നല്ല, പോസിബിളൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡാണ് കൗണ്ട് ടൂൾ ഉപയോഗിക്കുക. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാം ബ്ലോക്ക് ആക്കിയിട്ടായിരിക്കും അവർ ഇട്ടിട്ടുണ്ടാവുക. കാരണം ബ്ലോക്ക് ആക്കിയിട്ടാൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, എക്സ്പ്ലോഡ് ചെയ്യണം. എക്സ് എൻറ്റർ എന്ന് അമർത്തിയാൽ എക്സ്പ്ലോഡ് വരും. അത് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു മൊത്തത്തിലുള്ളതിനെ പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതിന് ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഐറ്റംസ് ആക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഒന്നിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് സിമിലറില്ലേ, ഫസ്റ്റത്തെ സെലക്ട് സിമിലർ അതെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ സെലക്ട് ആവുന്നത് സിമിലറായിട്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാം സെലക്ട് ആവും. ദെൻ ബി കൗണ്ട് ആ ബി കൗണ്ട് അമർത്തുമ്പോൾ നമുക്ക് ഇതാക്കണ്ടോ, ബി കൗണ്ട് എൻ്റർ അമർത്തുമ്പോൾ നമുക്ക് ഇതേപോലെ അതിൻ്റെ കൗണ്ട്, ആ സിമിലർ ആയിട്ടുള്ള അതിൻ്റെ കൗണ്ടൊക്കെ നമുക്ക് അവിടെ ലഭിക്കും. സോ ഇത് വളരെ ഈസി അല്ലേ. ഇതേപോലെ നമുക്ക് വലിയ സ്വിച്ച് ബോർഡോ അല്ലെങ്കിൽ ലൈറ്റോ അങ്ങനെ എന്ത് വന്നാലും നമുക്ക് എം ഇ പിയിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കമൻറ്റാണ് എന്ത്, ബി കൗണ്ട് അഥവാ കൗണ്ട് ടൂൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഇതേപോലെ ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, അതേപോലെ സ്കേർട്ടിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, ഏരിയ കാണുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ് ഉണ്ട് നമുക്കറിയാം, LAയും AAയും. അതേപോലെ തന്നെ പെരിമീറ്റർ ഒക്കെ കാണാനും ഇത് രണ്ടും തന്നെയാണ് ഉപയോഗിക്കുക. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലെ, നമുക്ക് അതും ബ്ലോക്ക് ഫയലിനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എക്സ്പ്ലോഡ് ചെയ്യും. എക്സ് എൻ്റർ കൊടുത്തിട്ട് എക്സ്പ്ലോഡ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ബാക്കിയിലോട്ട് കിടക്കുകയുള്ളൂ. സോ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ ഓരോന്നിൻ്റെയും ആ ഒരു മൾട്ടിപർപ്പസ് റൂമാണിത്. ഈ റൂമിൻ്റെ ഏരിയയാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് എങ്ങനെയൊക്കെ കാണാം, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോളിലൈൻ എടുക്കുക, പി എൽ എൻ്റർ എടുത്തിട്ട് എൻ്റർ കൊടുത്തിട്ട് ആ ഒരു ലൈന് ചുറ്റും, നമ്മൾ ആ റൂമിന് ചുറ്റും ഇതേപോലെ ഒരു ക്രോസ്ഡ് ആയിട്ടുള്ള ലൈന് നമുക്ക് വരക്കാം. അത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എൻഡ് ചെയ്യിപ്പിക്കേണ്ടത്. സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ ആയിരിക്കണം എപ്പോഴും എൻഡ് ചെയ്യിപ്പിക്കേണ്ടത്. സോ ഇതേപോലെ നമുക്ക് സൂക്ഷിച്ച് ചെയ്യാം. ഓർത്തോ മോഡ് ഓൺ ആക്കിയിട്ട് ചെയ്യാൻ നോക്കുക മാക്സിമം. കാരണം അത് പെർപെൻഡിക്കുലർ ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു വളവോ തിരിവോ ഒന്നുമില്ലാതെ കറക്റ്റ് പോകണമെങ്കിൽ ഓർത്തോ മോഡ് ഓൺ ആക്കണം. സോ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റിൽ തന്നെ നമ്മൾ എൻഡ് ചെയ്യിപ്പിക്കുക. അത് ക്ലിക്ക് ചെയ്യുക, LA ക്ലിക്ക് ചെയ്യുക, എൻ്റർ അമർത്തുക. സോ എന്ത് ചെയ്തു, നമുക്ക് ലെങ്ത്ത് കിട്ടി, ഏരിയ കിട്ടി. ലെങ്ത്തും കിട്ടി, ഏരിയ കിട്ടി. ലെങ്ത്തിനെ നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലെങ്ത്ത് പറയുന്നത് അതിൻ്റെ പെരിമീറ്ററാണ്. ആ ഒരു ലൈനിൻ്റെ മൊത്തത്തിലുള്ള പെരിമീറ്റർ, ആ ഒരു ലൈന് പറയുന്നത് എന്തായിരിക്കും, സ്കേർട്ടിങ് ഏരിയ ആയിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. സോ എങ്ങനെയും കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏരിയ എൻ്റർ അമർത്തുക, ആ ഒരു പർട്ടിക്കുലർ ഏരിയ കാണുക, എൻ്റർ അമർത്തുക. ഇങ്ങനെയും കാണാം. രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തില്ലേ, ഉപയോഗിച്ചിട്ട് ചെയ്തു, LI ഉപയോഗിച്ചിട്ട് ചെയ്തു, കൗണ്ട് ടൂളും. ഈ 3 ടൂൾ അറിഞ്ഞാൽ തന്നെ നമുക്കൊരു എസ്റ്റിമേഷൻ എഞ്ചിനീയർ അത് നമുക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ ആയിക്കോട്ടെ, നമുക്ക് ആ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഈ 3 മെത്തേഡ്, ഈ 3 ടൂള് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഓട്ടോക്യാഡ് ക്വാണ്ടിറ്റി എടുക്കുന്ന എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ 3 ടൂള് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.